ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെയും കുറേ നമുക്ക് ഫ്ലവേഴ്സ് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ആ ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കൂടുതൽ ഫ്ലവേഴ്സിനെ കാണിക്കുകയാണ്. നമ്മളിപ്പോൾ പലതരത്തിലുള്ള നല്ല കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫ്ലവേഴ്സ് ഉള്ളത് നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ഒരു അടിപൊളി സംഭവമുണ്ട്. ഇതിൻ്റെ നക്വാൻ വയലറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്തൊരു പേരുള്ള സാധനമാണ്. ചിലതിൻ്റെ പേര് എനിക്ക് വലിയ മനസ്സിന് ചെയ്യാൻ പിടിയില്ല. അതായത് ഇന്നലെ വരുന്നു ആ സമയത്ത് ഞാൻ വേറൊരു വീഡിയോ എടുത്തപ്പോൾ എനിക്കതിൽ കാണിക്കാൻ വേണ്ടി ഈ ഒരു ഫ്ലവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇന്നിവിടെ അടിപൊളിയായിട്ട് നല്ല അടുക്കായിട്ട് നിറച്ച് നിൽപ്പുണ്ട്. നോർമൽ ടൈപ്പ് അല്ല. നോർമൽ ഈ ടൈപ്പ് നമുക്ക് കളേഴ്സ് ഉണ്ട്, ബട്ട് ഇത് നമുക്ക് നോർമൽ വരുന്ന കളറിൽ കുറച്ച് നല്ല അടുക്കായിട്ട് വരുന്നൊരു വെറൈറ്റിയാണിത്. പിന്നെ എൻ്റെ ലീഫ് ലീഫ് നല്ല രീതിയിലുള്ള ഗ്രീനിഷ് കളറാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൂടി വീഡിയോ ചെയ്യാതിരുന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അപാകതകളുണ്ടാകും. അടുത്ത് നമ്മൾ ഇതൊക്കെ വേറെ 150 പ്ലാന്റ്സാണ്. ഇതിൻ്റെ പേര് നമ്മുടെ ഇസ്ലാം അറോഡയാണ്. നിറച്ച് പൂക്കൾ കിട്ടും, അതുപോലെ നിറച്ച് തൈകളും ആവുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ ഇതായിരുന്നു നമ്മുടെ പിങ്ക് ക്ലൗഡ്. ഇതൊക്കെ ഫ്ലവർ ഡേറ്റ്സ് കഴിഞ്ഞതാണ്. ഇതും ഇന്നലെ നല്ല രീതിയിൽ വിരിഞ്ഞിരുന്നു. നല്ല രീതിയിൽ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റി. ഇന്ന് കണ്ട ഇത് നമ്മുടെ മഞ്ഞയാണ്. മഞ്ഞയും നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ചീത്തയാവാറായി ഫ്ലവർ. അവിടെ നമ്മൾ അടിപൊളി കുട്ടൻസ് ഇവിടെ ഉണ്ട് കുറച്ച്. ഇത് മൈ ഫേവറേറ്റ് ആണ്. ഇറ്റ്സ് നെയിം ഈസ് ഗാലക്സി കാണാൻ നല്ലൊരു ഗാലക്സി കട്ടുണ്ട്. നല്ല അടുക്കാണ്. ഇതുകൊണ്ട് നല്ല അടുക്കും, നല്ല നിവർന്നു വരും. ഇത് ഫ്ലവർ കുറച്ച് സൈസ് ചെറുതായിപ്പോയി. ഇന്നലെ ഒരു പൂവുണ്ടായിരുന്നുണ്ട് അതിൽ. ഇവനങ്ങ് വിരിഞ്ഞിട്ട് അടഞ്ഞ് കിടക്കുകയാണ്. തുറയിടാ നല്ല രസമാണ്. ഇതിൻ്റെ കളർ ഉണ്ട്, നല്ല രസമാണ്. ഒരു ഡാർക്ക് വയലറ്റ് ആണ്. ഇതിൻ്റെ ഒരു വയലറ്റ് കളറാണ് വരുന്നത്. പിന്നെ നമുക്ക് അടുക്കിൻ്റെ തന്നെ കുറേ കളേഴ്സ് നമ്മളതിലുണ്ട്. അവിടെ അടുക്കിൻ്റെയൊക്കെ അത്യാവശ്യം നിറച്ച് നിൽപ്പുണ്ട്. ഹസാനി ബാഗ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. വൺ ഓഫ് ദി മൈ ഫേവറേറ്റ് എന്ന് എടുത്തെടുത്ത് വീണ്ടും പറയാൻ പറ്റുന്നൊരു വെറൈറ്റിയാണിത്. പിന്നെ അസോൾ കൊണ്ട് നിറഞ്ഞു പോയി. ഇനി അസോൾ എത്രയും വാരി മാറ്റി കൊടുക്കണം. ഇതാണ് നമ്മുടെ പൂവാടോള്. മഞ്ഞയിൽ അതിസുന്ദരിയാണ്. അത്യാവശ്യം അടിപൊളി അടുക്കുള്ള മഞ്ഞയാണ് പൂവാടോള്. നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവറിങ് പ്ലാന്റ് വേറെ എൻ്റെ ഉണ്ട്. പൂവാടോളിൻ്റെ വേറെയും പ്ലാന്റ് ആ ഒരു സൈഡിലുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയൊന്നും കാണാനില്ല. ഇവിടെ ഉണ്ട്. എന്തായാലും പ്ലാന്റ്സ് ഉണ്ട് വേറെ. പൂവാടോളിൽ കുറേ തൈകളുമുണ്ട്. ഇത് ഹസാനിബാദ്. ഇത് ഐ തിങ്ക് ഇതും ഹസാനിബാദാണ്. ഇത് 3 ഹസാനിബാദാണ്. പിന്നെ നമുക്ക് അത് മഞ്ഞയുടെ ഇത് കാർലോസ് ആൻഷ്യനാണ്. പിന്നെ മഞ്ഞയിൽ തന്നെ ഇവിടെ വിരിഞ്ഞിരിക്കുന്ന ഇത് സബ്സ്റ്റ്യൂൺ യെല്ലോ ആണ്. സബ്സ്റ്റ്യൂൺ യെല്ലോയുടെ വേറെയും പ്ലാന്റ്സ് ഉണ്ട്. സബ്സ്റ്റ്യൂൺ യെല്ലോ ഇങ്ങനെ പാക്ക് ചെയ്യാൻ പോകുന്നൊരു പ്ലാന്റാണ് ഈ പ്ലാന്റ്. ഇത് സബ്സ്റ്റ്യൂൺ യെല്ലോ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ ഫ്ലവേഴ്സാണ്. പർപ്പിൾ നക്വാമിൻ്റെ പർപ്പിൾ ഇവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്ന് സെയിലിനുള്ള പ്ലാന്റ്. ആ പ്ലാന്റ് സെയിലിനുണ്ട്. പിന്നെ അത് കാണിച്ചത് ആ പ്ലാന്റ് നമുക്ക് വീഡിയോ ചെയ്യാം. പിന്നെ ഇനി ആ ഒരു ഭാഗത്ത് നമുക്കിപ്പോൾ ഡൗബനൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ഡൗബൻ ഇന്നലെ ഒരു പാക്കിങ്ങിന് വേണ്ടി എടുത്തു. ഡൗബൻ ജപ്പോണിക്കാസ് ഉണ്ട്. ജപ്പോണിക്കാസൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ സെയിലുണ്ട്. ഇന്ന് അതും പാക്കിംഗ് ഉണ്ട്. ഇത് നമ്മുടെ ഫ്ലവർ അത്ര നല്ലതായിട്ട് നിൽപ്പില്ല ഇപ്പോൾ. ഇത് ഡൗബനാണ്. ഇത് നമ്മുടെ ട്രയൽ ബ്ലേസറാണ്. പിന്നെ തന്നെ യെല്ലോ ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട്. അതൊക്കെ ഇനി നടാനുണ്ട് പ്ലാന്റ്സ്. പിന്നെ ടിനയും പ്ലാന്റ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ സെയിലുണ്ടായിരുന്നു. എല്ലാം ഏകദേശം തീർന്നു. അപ്പോൾ ടിന വീണ്ടും പൊടിച്ചു വരികയാണ്. ടിന പിന്നെ ഇവിടെ റെഡ് പിയോണി നിൽപ്പുണ്ട്. റെഡ് പിയോണി നല്ല രീതിയിലുള്ള ഒരു ഫ്ലവറും വച്ചുകൊണ്ട് വരികയാണ്. ദൈവനും ഫ്ലവറും വെച്ചുകൊണ്ട് വരികയാണ്. ഇതിപ്പോൾ ഉടനെ വരും. സ്റ്റാൻഡ് ലീവ്സ് ഉടനെ സ്റ്റാൻഡ് ലീവ്സാണ്. വേറെ ലീഫിനൊന്നും കാണാനില്ല. നമ്മളിതിനെ ഉടനെ ഞാൻ NPK കൊടുത്ത് അത്യാവശ്യം സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെയൊക്കെ ഫ്ലവർ ഇപ്പം കുറവാണ്. പിന്നെ നമ്മുടെ മിനിയേച്ചർ ആമ്പലിൻ്റെ കുറച്ച് വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് മിനിയേച്ചർ ആമ്പൽ. കുഞ്ഞൻ ആമ്പലുകളെന്ന് അറിയപ്പെടുന്നതാണ്. അതൊക്കെ നമ്മളിപ്പോൾ ഓഫറിന് വെറും 25 രൂപയ്ക്കാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഓഫർ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 25 രൂപയ്ക്ക് അത് മേടിക്കാം. പിന്നെ നമുക്കിനി കുറച്ച് ഡാർക്ക് പിങ്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇവനെ ഇന്ന് ഇവിടെ നിന്ന് പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് വന്നിട്ട് നമ്മുടെ ക്യാപ്പിനിസാണ്. ക്യാപ്പിനിസൊക്കെ ഇപ്പോൾ നമ്മളതിൽ സ്റ്റോക്ക് നല്ല രീതിയിൽ കുറവാണ്. എന്നാലും കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള സാധനം ഉണ്ടാവും. ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം ബൾക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. യെസ് ഐ തിങ്ക് നമുക്കിനി അടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ബുൾസൈയാണ്. ബുൾസൈയുടെ അത്യാവശ്യം നമുക്ക് കുറേ തൈകൾ ഇപ്പോൾ ഉണ്ട്. ബുൾസൈ തന്നെ കുറേ പ്ലാന്റ് ഇപ്പോൾ ഉണ്ട്. അത് ഇത് ബുൾസൈ. പിന്നെ ഇവിടെ നീര് ഭാഗത്ത് പൊക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ബുൾസൈ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റും. ആ രീതിയിലാണ് ഇവിടെ ബുൾസൈ നിൽപ്പുണ്ട്. കണ്ടോ, വലിയ പ്ലാന്റാണ്. ഓടിപ്പൊളി.
ഈ പ്ലാന്റ് നമ്മൾ വെറും കൊടുക്കുന്നത് നല്ല എമൗണ്ട് കുറവാണ്. വെറും 400 രൂപ ആ റേഞ്ചിനൊക്കെയാണ് നമ്മൾ ആ പ്ലാന്റ് വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ നോർമലി കൊടുക്കുന്ന എല്ലാം ഫ്ലവറുള്ള പ്ലാന്റ്സാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൊറിയർ ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു എക്സ്ട്രാ ചാർജും വരും. പിന്നെ കൊറിയർ ചാർജിനേക്കാളും എമൗണ്ട് വ്യത്യാസം ഉണ്ടാകും. കൊറിയർ ചാർജ് ആണെങ്കിൽ നമുക്ക് മിനിമം ഒരു 90 രൂപയൊക്കെ ആണെങ്കിൽ, ബട്ട് മറ്റേതാണെങ്കിൽ നമുക്കൊരു ഫ്യൂൽ എക്സ്പെൻസ് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു എമൗണ്ട് ഉണ്ടാകും. മീൻസ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ എനിക്ക് ഈ വരുന്ന ബുധനാഴ്ച നമ്മൾ പിങ്ക് ലോഡ് കാണിച്ചിരുന്ന ആ പിങ്ക് ലോഡ് പ്ലാന്റ് വേറൊരു വീട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മൾ അതിനെ മൊത്തത്തോടെ ഇളക്കിയിട്ട് ട്യൂബറും ബാക്കിയെല്ലാം കൊണ്ട് വെച്ചിട്ട് അവരുടെ അവിടെ ഒരു പോട്ടുണ്ട്, ടാങ്ക് അയച്ചു തന്നു, അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ അതിൽ കൊണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചാണകത്തിന് കുറേ നമ്മൾ ഒരു വലിയ കവർ നിറച്ച് ചാണകം എടുക്കും. പിന്നെ അതിനുശേഷം നമ്മളെടുക്കുന്നത് ഒരു കവർ നിറച്ച് ചാണകത്തിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് അതുപോലത്തെ ആ ഒരു മണ്ണ് നമ്മളെടുക്കും. അതൊരു വലിയ ബാഗിലാക്കി ഞാൻ ബൈക്കിൽ തന്നെ കൊണ്ടുപോകാറുണ്ട്. ചില സമയത്ത് കാറിൽ ഡെലിവർ ചെയ്ത് ഇപ്പോൾ ഒരു പ്ലാനാണ് അവർ ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള മണ്ണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബൈക്കിൽ തന്നെ കൊണ്ടുപോകാം. കാരണം കസ്റ്റമറിനോട് ഓവർ നമ്മൾ പിഴിയുകയല്ല, ഓവർ നമ്മൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നത്തെ കാര്യത്തിൽ ശരിയാവില്ല. സോ അതുകൊണ്ട് ഒരു മിനിമം റേറ്റ് പറഞ്ഞു അത് സാധനം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പ്ലാന്റ് ഫ്ലവറോട് കൂടെയുള്ള ആ വലിയ പ്ലാന്റ് കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ട്രിവാൻഡ്രമാണ് ഫ്യൂൽ ചാർജും പിന്നെ നമ്മൾ ചാണകവും ബാക്കിയെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു 500 രൂപ അടുപ്പിച്ചാണ് ഞാൻ എക്സ്ട്രാ വാങ്ങുന്നത്. പിന്നെ അത് പോയിട്ട് പ്ലാന്റിൻ്റെ റേറ്റും. ഓക്കെ, കുറേ പ്ലാന്റ്സൊക്കെ നമുക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ എമൗണ്ട് നമുക്ക് അവരെ മേടിക്കാം. പക്ഷേ നമുക്ക് മിനിമം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ രാവിലെ അതിന് വേണ്ടി അതുവരെ പോയിട്ട് വരുമ്പോൾ മിനിമം ഒരു 500 രൂപ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഒരു കണക്കിന് അത് നഷ്ടമാണ്. പിന്നെ സാധനവും മേടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത്. ഇതുപോലെ നമുക്ക് ഒത്തിരി നമ്മളതിന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടി അവരിപ്പോൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ബ്രോ ഇതുപോലെ നമുക്ക് കൊണ്ട് സെറ്റ് ചെയ്ത് തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ അതേ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം. നമ്പർ 9809806874 എന്നുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ്. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാതെ തന്നെ വേണമെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ എല്ലാ വീഡിയോസിനും താഴെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പോലും അറിയാതെ നമ്മൾ എന്തൊക്കെയാണ് സെയിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് കയറി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് വാങ്ങിച്ചാൽ മതിയല്ലോ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ആ പൂവാടോളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൂപ്പർ സാധനമാണ്. പിന്നെ ഹസാനി ബാൽ എന്ന് പറഞ്ഞതും ഇതൊക്കെ എൻ്റെ ഇപ്പോൾ 2-3 പ്ലാന്റ്സൊക്കെ വെച്ച സെയിലിനുണ്ടാവും, കുറച്ച് കൂടിയ വെറൈറ്റീസ്. കാരണം പിന്നെ കുറച്ച് കൂടിയ വെറൈറ്റീസ് ഞാൻ ബൾക്കായിട്ട് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി ഈ ഇത്രയും ഭാഗമാണ്, മീൻസ് ഒരു ഇത്രയും കാണുന്ന ഭാഗമാണ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതെല്ലാം മാറ്റി നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കുറച്ച് ഇവിടെ നിങ്ങോട്ട് എത്രയും റോസാണ്. റോസ് അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡർ കിട്ടുന്നതുകൊണ്ട് റോസ് കുറച്ച് പ്ലാന്റ് സെറ്റ് ചെയ്തു. പിന്നെ ട്രയൽ ബ്ലേസർ, പർപ്പിൾ ഡയമണ്ട് പ്ലാന്റും കുറേ ഇപ്പോൾ ഉണ്ട് കേട്ടോ. പർപ്പിൾ ഡയമണ്ടിന് നമുക്ക് 1-2 അതിൽ തന്നെ 3-4 പ്ലാന്റ് ഇപ്പോൾ ഉണ്ട്. പിന്നെ നിംതാൻ എന്ന് പറഞ്ഞൊരു ബ്ലൂ ഉണ്ട്, അത് വന്നിട്ട് നിമിങ് താൻ ബ്ലൂ. ഓക്കെ, അപ്പോൾ ഈ ബ്ലൂ നമുക്ക് കുറേ പ്ലാന്റ്സ് ഇപ്പോൾ ഉണ്ട് നമ്മളെ കയ്യിൽ. 1, 2, 3, 4 ഇതിൽ നിന്ന് 2 പ്ലാന്റ് കൊണ്ട് വീട്ടിൽ ഞാൻ നട്ടു, അവിടെ കുറച്ച് ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതൊക്കെ പർപ്പിൾ ഡയമണ്ട് അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ്. അതിൽ നമുക്കൊരു 3-4 പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. പർപ്പിൾ ഡയമണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഫ്ലവർ ആയ പ്ലാന്റെല്ലാം ഞാനിപ്പോൾ ഇളക്കിയപ്പോൾ കുറേ പ്ലാന്റ്സ് നമുക്ക് കിട്ടി. പിന്നെ അതിനെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഓർഡർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഇന്ന് എനിക്ക് 30-40 പ്ലാന്റ്സ് ഉണ്ട് പാക്കിങ്ങിന് വേണ്ടി. നിങ്ങളുടെ സപ്പോർട്ടാണ്. ദിസ് ഈസ് ഗോയിങ് ടു സൈനിങ് ഔട്ട്.